ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. സാധാരണ കേക്ക് എന്ന് പറയുമ്പോൾ അത് മൈദ ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ ആട്ട ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ കേക്കിൻ്റെ പേര് ആട്ട ചോക്ലേറ്റ് ഡേറ്റ് കേക്ക് എന്നാണ്. അതായത് നമ്മൾ ആട്ടയും പിന്നെ അതല്ലാണ്ട് കൊക്കോ പൗഡറും അതുകൂടാണ്ട് ഈന്തപ്പഴം എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കേക്കാണ്. അതുകൂടാതെ ഞാൻ ഓവനിലല്ല ചെയ്യുന്നത്, പ്രഷർ കുക്കറിലാണ്. അപ്പോൾ സാധാരണ ഒരാൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കേക്കാണ്. അതിന് എന്തൊക്കെയാണ് ആവശ്യം എന്ന് നമുക്ക് നോക്കാം. ഈന്തപ്പഴം കുരു കളഞ്ഞ് ഞാനൊരു 10 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് വരും. പശുവിൻ പാല് 3/4 കപ്പ്, പഞ്ചസാര 3/4 കപ്പ്, 1 കപ്പ് ആട്ട. ഇത് ഓയിലാണ്, 1/4 കപ്പ് ഓയിൽ വേണം. നമുക്ക് വെളിച്ചെണ്ണ വേണ്ട. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഏത് തരം ഓയിലും നമുക്ക് യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇത് ബദാം ഞാൻ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് കുറച്ചെടുക്കാം. പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് കേക്ക് റെഡിയാക്കാം. നമുക്ക് കേക്ക് തയ്യാറാക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രഷർ കുക്കർ അടുപ്പിൽ വയ്ക്കുക. ഇത് ഞാൻ ഓണാക്കിയിട്ടില്ല. ഇതിലേക്ക് ഏകദേശം 1 കപ്പ് ഉപ്പ് നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. എല്ലായിടത്തും ഈവനായിട്ട് കിട്ടുന്ന പോലെ നമുക്കിത് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വയർ റാക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്ലേസ് ചെയ്യണം. ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റൗ ഓണാക്കുക. സ്റ്റൗ ഓണാക്കി നമ്മൾ കുക്കറിന് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. സ്റ്റൗ ഓണാക്കിയിട്ട് നമുക്ക് ഇതിങ്ങനെ അങ്ങ് അടച്ചു വയ്ക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് മിക്സിങ് എല്ലാം ചെയ്യാം. ആ സമയം കൊണ്ട് ഇതൊന്ന് ചൂടായി കിട്ടും. ഇതിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മിക്സിയുടെ ബൗൾ എടുത്തിട്ട് ഡേറ്റ്സ്, അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. 3/4 കപ്പാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര. ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് ആക്കി എടുക്കണം. ആദ്യം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഡേറ്റ്സിൻ്റെ കഷ്ണം ചെറിയ ചെറിയ പീസ് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കേക്ക് റെഡിയാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ഡേറ്റ്സിൻ്റെ പീസൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ പേസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. പാലും ഈന്തപ്പഴവും അതിൻ്റെ കൂടെ പഞ്ചസാരയും എണ്ണയും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഇതിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വെക്കാം. വേറൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ആട്ട 1 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ സ്പൂൺ കൊക്കോ പൗഡർ, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഇടഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം കൂടെ ഈവനായിട്ട് ഇതിൽ സ്പ്രെഡായി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരേപോലെ ആവടി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം.
നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ പാലും ഡേറ്റ്സും എല്ലാം കൂടെ ചേർന്ന് അരിച്ച മിശ്രിതം ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് ആട്ടയും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ ഇതെല്ലാം കൂടെ ചേർത്ത് കുറേശ്ശെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ തയ്യാറാക്കണം. ഇതൊന്ന് യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് ബാറ്റർ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഞാൻ കുറേശ്ശെയായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഞാൻ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ കുറുകിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാല്, ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് പാല് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. നമ്മൾ കേക്ക് തയ്യാറാക്കാനുള്ള പാത്രം, ബേക്കിംഗ് ട്രേ ഒന്നും ഇല്ലാന്നൊക്കെ വിഷമിക്കേണ്ട. ചെറിയ ഇതുപോലത്തെ ഒരു റൗണ്ടായിട്ടുള്ള ഒരു പാത്രം എടുത്താൽ മതി, സ്റ്റീലിൻ്റെ. അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നെയ്യ് തടവി കൊടുക്കുക. പാത്രം ഫുള്ള് നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ആട്ട അതൊന്ന് സ്പ്രെഡ് ചെയ്യാം. എല്ലായിടത്തും ഒന്ന് വ്യാപിക്കുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ബാക്കി വരുന്നത് നമുക്ക് കളയാം. ഇപ്പം എല്ലായിടത്തേക്കും സ്പ്രെഡായി വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലായിടത്തേക്കും സ്പ്രെഡായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് കളയാം. നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് ഫില്ല് ചെയ്യരുത്, ഏകദേശം ഒരു 3/4 ഭാഗം വരെ നമ്മൾ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തട്ടി കൊടുക്കാം. ഇതിലെന്തെങ്കിലും ക്രംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അതോടുകൂടി ഇത് ഷേപ്പായി ആ ഒരു ലെവലാവുകയും ചെയ്യും. നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കാം. ശരിക്കും ബദാമും പിന്നെ നമ്മൾ ഡേറ്റ്സ് ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ ഇത് ആട്ടയാണ്, മൈദ വരുന്നില്ല. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണിത്. നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. സ്പ്രെഡ് ചെയ്തു. നമ്മുടെ കുക്കർ ഓൾറെഡി ചൂടാക്കാൻ വച്ചേക്കായിരുന്നു നമ്മൾ ആദ്യമേ തന്നെ. ഇതിപ്പോൾ നല്ല ചൂടായി കിടപ്പുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ നല്ല ചൂടായി കിടക്കുകയാണ്, സൂക്ഷിച്ച് വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് കുക്കർ അടച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ്. ഇപ്പോൾ ഞാൻ 15 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്നൊന്നും ബേക്ക് ആവട്ടെ. ബേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെന്തോന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കേക്ക് ഉള്ളിലും ബേക്ക് ആയോ എന്നുള്ളത് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ നമുക്ക് വയ്ക്കാം. എന്നാലും ഇത് ഇങ്ങനെ ഇരുന്ന് ബേക്ക് ആവട്ടെ. നമ്മൾ കുക്കർ ഏകദേശം ഞാനിപ്പോൾ ഒരു 40 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. 40 മിനിറ്റ് സമയം
ഇടയ്ക്ക് ഞാൻ നോക്കി, അപ്പോൾ ശരിക്കും ഉള്ളിലേക്ക് വെന്തിട്ടില്ലായിരുന്നു കേക്ക്. ഇപ്പം 40 മിനിറ്റായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് റെഡിയായി, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് കറക്റ്റ് ഇതിൻ്റെ വേവ് അറിയാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഉള്ളിലേക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നൈഫോ എന്തെങ്കിലും കൊണ്ട് നമ്മളൊന്ന് കുത്തി നോക്കുക, ഉള്ളിലേക്ക് ഇറക്കി നോക്കുക. എടുത്തു കഴിയുമ്പോൾ ഇതുണ്ട്, ഇത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാറ്ററിൻ്റെ ശരിക്കും വേവാത്ത ഭാഗം ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ നന്നായിട്ട് ഉള്ളിലേക്ക് ബേക്കായി കഴിഞ്ഞു. നമുക്കിതിന് കേക്ക് നമുക്ക് പുറത്തെടുക്കാം. കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചു. എടുക്കുമ്പോൾ സൂക്ഷിക്കാം, നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ടാവും. സൂക്ഷിച്ചെടുത്ത് പുറത്തേക്ക് വയ്ക്കുക. ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് ഈ ബേക്കിംഗ് ട്രേയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഞാൻ നമ്മുടെ കേക്ക് പാത്രത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു. നന്നായി തണുത്തതിന് ശേഷം മാത്രം പുറത്തേക്ക് എടുക്കുക. ഒരു നൈഫ് കൊണ്ട് പാത്രത്തിന് ചുറ്റും ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ നിന്നൊന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പാത്രത്തിന് ചുറ്റും ഒന്ന് ഓടിച്ചതിന് ശേഷം എടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മളിത് കുക്കറിൽ ഉണ്ടാക്കിയാൽ തോന്നുകയില്ല, ഓവനിലൊക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതുകൂടാതെ വളരെ ഹെൽത്തിയാണ്. മൈദയല്ല യൂസ് ചെയ്തേക്കുന്നത്, ആട്ടയാണ്. പിന്നെ ഈന്തപ്പഴവും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.